പ്രസിദ്ധമായ പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ച 2025 ജനുവരി 30 വ്യാഴാഴ്ച നടക്കും. വ്യാഴാഴ്ച രാവിലെ 6:30 ഗബ്ബർ സിയാറത്ത് നടക്കും. ഹുസൈൻ സഖാഫി മലപ്പുറം നേതൃത്വം നൽകും. വൈകിട്ട് 3 മഹല്ല് പ്രസിഡന്റ് എം സുബൈർ പതാക ഉയർത്തും. തുടർന്ന് അസർ നിസ്കാരാനന്തരം ഖത്മുൽ ഖുർആൻ അഹമ്മദ് കബീർ അൽ ബുഖാരി എടരിക്കോട് നേതൃത്വം നൽകും. 6:45 ഹദ്ദാദ് റാത്തീബ് സൈഫുള്ള അൽ മഷ്ഹൂർ അത്തൂട്ടി നേതൃത്വം നൽകും. 7 മണിക്ക് അബ്ദുൽ സമദ് അമാനി പട്ടുവവും സംഘവും ബുർദ മജ്ലിസ് നടത്തും. 7:30 KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ഈ വർഷത്തെ അജ്മീർ ആണ്ട് നേർച്ച ഉദ്ഘാടനം ചെയ്യും. നൂർ മുഹമ്മദ് ബിസ്ബാഹി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നവീമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. ഷറഫുദ്ദീൻ ജമലുല്ലൈലി ചേളാരി, ഷാഫി ബാ അലവി വളപട്ടണം, ആറ്റക്കോയ തങ്ങൾ അടിപ്പാലം, സഹൽ അംജദി ചെമ്പ്രങ്കാനം, താജുദ്ദീൻ തങ്ങൾ പുല്ലാര, ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, അബ്ദുൽ ഹക്കീം സഅദി, മുഹമ്മദ് മുസ്ലിയാർ മഞ്ചേശ്വരം, റഫീഖ് അമാനി തട്ടുമൽ എന്നിവർ മൗലീദിന് നേതൃത്വം നൽകും. ഉസ്താദ് ഹുസൈൻ മിസ്ബാഹി മേൽമുരി അനുസ്മരണ പ്രഭാഷണം നടത്തും. ജുനൈദ് അൽ ബുഖാരി മാട്ടൂൽ സമാപന ദുആ നടത്തും. ഈ വർഷത്തെ ആണ്ടുനേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നൂർ മുഹമ്മദ് ബിസ്ബാഹി, എം സുബൈർ, ഹുസൈൻ സഖാഫി മാണൂർ, ഹാഫിൾ റംഷീദ് ഹിമമി, MTP ഖാലിദ്, നാസർ സഖാഫി, MTP ഷറഫുദ്ദീൻ മൗലവി, CV മുസ്തഫ, MTP ഷാഹുൽ ഹമീദ് എന്നിവർ അറിയിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പ്രാപ്പോയിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദേശം 17 വർഷത്തോളമായി നടത്തിവരുന്ന ഒരു പരിപാടിയാണ് അജ്മീർ ആണ്ട് നേർച്ച. അജ്മീർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ രാജാവെന്നും പാവങ്ങളുടെ സുൽത്താൻ എന്നും അറിയപ്പെട്ട വലിയൊരു മഹൽ വ്യക്തിത്വമാണ് ഖാജ തങ്ങൾ. ഇന്ത്യയുടെ രാജാവാണ്, പാവങ്ങളുടെ സുൽത്താനാണ്. ഹിജറ 537 റജബ് 14 അജ്മീർ ഖാജ തങ്ങൾ ജനിച്ചത്. ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുടെ ജനനം. ഹിജറ 633 റജബ് 6 മഹാനവറുകൾ വഫാത്തായത് രാജസ്ഥാനിലെ അജ്മീറിൽ വെച്ചിട്ടാണ്. സാധാരണ അജ്മീർ ഖാജ തങ്ങൾ ഒരു വലിയൊരു അത്ഭുത സിദ്ധിയുള്ള ഒരു വലിയൊരു മഹാനാണ്. ഒരുപാട് അത്ഭുതങ്ങളും അനുഭവങ്ങളുമുള്ള ഒരു കേന്ദ്രമാണ് അജ്മീർ. ആ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ പ്രാപ്പോയിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഏകദേശം 17 വർഷത്തോളമായി നടത്തിവരുന്ന ഒരു പരിപാടിയാണ് അജ്മീർ ആണ്ട് നേർച്ച. നിരവധി പണ്ഡിതന്മാരും സാദാത്തുക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ, AP ഉസ്താദ് കാന്തപുരം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബദർ സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മരണം വരെ മഹാനായ സയ്യിദ് ദിയാഉൽ മുസ്തഫ ഹമീദ് ഖൈമൽ ബുഖാരി തങ്ങൾ ഈ ഒരു പരിപാടി, ഒരു മജ്ലിസിന് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പല ഭാഗങ്ങളിലും കേരളത്തിൽ നിന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും, കണ്ണൂർ ജില്ലയായാലും കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, പല ജില്ലകളിൽ നിന്നും, വയനാട് ഭാഗങ്ങളിലൊക്കെ ഈ പരിപാടിയിലേക്ക് ആയിരങ്ങൾ ഒരുമിച്ച് വരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ഒരു മജ്ലിസാണ്. കേരളത്തിൽ തന്നെ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു മജ്ലിസാണ് ഇവിടെ നടക്കുന്ന പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ച. ഈ വരുന്ന ജനുവരി 30 അസുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ പരിപാടിയുടെ തുടക്കം കുറിക്കും. ഖത്മുൽ ഖുർആനാണ് തുടക്കം. അതിന് നേതൃത്വം നൽകുന്നത് അഹമ്മദ് കബീർ ബുഖാരി എടരിക്കോട് തങ്ങളവറുകളാണ്. പിന്നെ മഗ്രിബ് കഴിഞ്ഞ ഉടനെ തന്നെ, ജനുവരി 30 വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പൊതുപരിപാടി ആരംഭിക്കും. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതേപോലെ തന്നെ ആ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് വന്യരായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് അവറുകളാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ സമാപന ദുആഇന് നേതൃത്വം നൽകുന്നത് വന്യരായ മഹാനായ സയ്യിദ് ദിയാഉൽ മുസ്തഫ ഹമീദ് ഖൈമൽ ബുഖാരി തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ സയ്യിദ് മുഹമ്മദ് ജുനൈദ് അൽ ബുഖാരി തങ്ങളാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈ മജ്ലിസിന് തുടക്കം കുറിച്ച
എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദൊക്കെയായ ഷെയ്ഖുന ഉസ്താദ് ഹുസൈൻ മിസ്ബാഹി ഉസ്താദ് അവറുകൾ ആ ഒരു പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. അതുപോലെ തന്നെ ഒരുപാട് അലിമീങ്ങൾ പണ്ഡിതന്മാർ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ ചേളാരി, അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫി ബാലിദി തങ്ങൾ വളവട്ടണം, അതുപോലെ തന്നെ ആറ്റക്കോയ തങ്ങൾ അടിപ്പാലം, സയ്യിദ് സഹൽ തങ്ങൾ ചമ്പ്രകാനം, സയ്യിദ് താജുദ്ദീൻ തങ്ങൾ പുല്ലാര, അതേപോലെ തന്നെ വന്യരായ അബ്ദുൽ ഹക്കീം സൈദി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, അതുപോലെ തന്നെ അലിക്കുഞ്ഞ് ദാരിമി എരുവാട്ടി, മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമ്മൽ, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്ലിയാർ മഞ്ചേശ്വരം, കാടാച്ചർ ഉസ്താദ്, നിരവധി അനവധി ആലിമീങ്ങളും പണ്ഡിതന്മാരും സാദാത്തുക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ആ പരിപാടിയിൽ സയ്യിദ് സൈഫുല്ല മഷ്ഹൂർ തങ്ങൾ അത്തൂട്ടി അവരൊക്കെ പങ്കെടുക്കും. അതിൽ ബുർദ മജ്ലിസിന് അബ്ദുസ്സമദ് അമാനി പട്ടുവം അവർ നേതൃത്വം നൽകും. അങ്ങനെ ഒരുപാട് ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ അജ്മീർ ആണ്ട് നേർച്ച. ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഭക്ഷണ വിതരണം ചെയ്യും, അന്നദാനം ഉണ്ടാവും. ആ അന്നദാനം കൊടുക്കുന്ന വിഷയത്തിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും നൽകും. അവിടെ മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും എല്ലാവർക്കും ആ ഭക്ഷണ വിതരണം നടത്തും. മാത്രവുമല്ല, ഈ പരിപാടി, ഈ പ്രാപ്പുയിൽ അജ്മീർ ആണ്ട് നേർച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് പരിപാടി. എല്ലാ വിഭാഗം ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കും. എല്ലാവരുടെയും സഹകരണം ആ പരിപാടിയിൽ ഈ വർഷം വരെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പിന്നെ ഈ ഒരു പരിപാടിയുടെ, ഈ ഒരു അജ്മീർ ആണ്ട് നേർച്ചയുടെ പ്രത്യേകത ഒരുപാട് അത്ഭുതങ്ങളാണ്, ഒരുപാട് അനുഭവങ്ങളാണ്. എത്രയോ ആളുകൾ, മാറാ രോഗികൾ, ഡോക്ടർമാരൊക്കെ കൈവിട്ട രോഗികൾ വരെ, മക്കളില്ലാത്തവർ, അതേപോലെ തന്നെ പല പ്രയാസങ്ങളിലും കുടുങ്ങിക്കിടന്നവർ, പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർ, അവരൊക്കെ അത്ഭുതകരമായി ഈ ഒരു സദസ്സിലേക്ക്, ഈ ഒരു മജ്ലിസിലേക്ക് വരുന്നു. അവർ ആ മജ്ലിസിൽ പങ്കെടുക്കുന്നു. അവർക്ക് അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. കഴിഞ്ഞ വർഷം തന്നെ മക്കളില്ലാത്ത വന്ന പലരുണ്ട്. അവർക്ക് ആ മജ്ലിസിൻ്റെ കാരണമായി മക്കളെ ലഭിച്ചതും അതേപോലെ തന്നെ രോഗങ്ങൾ മാറിയതും, അങ്ങനെ അനവധി നിരവധി അത്ഭുതങ്ങളുള്ള ഒരു മജ്ലിസാണ് പ്രാപ്പുയിൽ അജ്മീർ ആണ്ട് നേർച്ച. ഈ വരുന്ന ജനുവരി 30 വ്യാഴാഴ്ച ആ ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ്. എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആ പരിപാടിയിൽ വരുന്നത് ബസ്സുകൾ അരേബ്യ കർണാടക ഭാഗങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് ടൂറിസ്റ്റ് ബസ് 1, 2, 3, 4 ബസ്സുകളായിട്ടൊക്കെ അവിടുന്ന് വരും. അതേപോലെ തന്നെ പല ഭാഗങ്ങളിൽ, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബസ് സർവീസ് ഉണ്ടായിരിക്കും. എല്ലാ ഭാഗത്തും അവരെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന്, തളിപ്പറമ്പ് ഭാഗത്തു നിന്നും, കണ്ണൂരിൽ നിന്നും, അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കും. എല്ലാവരും വരും. വൈകുന്നേരം ഇത് ഏകദേശം ഒരു 4 മണിക്ക് തന്നെ ആ പരിപാടിയുടെ തുടക്കം കുറിക്കും. രാവിലെ 6:30 ഖബർ സിയാറത്താണ്. മുസീൻ സഖാഫി മലപ്പുറം അവരുടെ നേതൃത്വത്തിൽ ഖബർ സിയാറത്ത് നടക്കും. അതേപോലെ തന്നെ പതാക ഉയർത്തൽ 3 മണി സമയത്താണ്. നമ്മുടെ മഹല്ല് പ്രസിഡന്റ് സുബൈർ എന്ത് ചെയ്യും, പതാക ഉയർത്തും. അതിനുശേഷം നടക്കുന്ന പരിപാടിയിൽ പിന്നെ മഗ്‌രിബിന് ശേഷം 7 മണിക്ക് പ്രാർത്ഥനയ്ക്ക് അലിക്കുഞ്ഞ് ദാരിമി എരുവാട്ടിയാണ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുക. അതേപോലെ തന്നെ സ്വാഗതം ഓതുന്നത് ഷാബുൽ ഹമീദ് MTP. അതുപോലെ തന്നെ ഖിറാഅത്ത് ഇവിടെ പഠിക്കുന്നൊരു തമീം എന്ന വിദ്യാർത്ഥിയാണ്. അധ്യക്ഷൻ നൂർ മുഹമ്മദ് മിസ്ബാഹി. അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് സെക്രട്ടറി ഖാലിദ് MTP. അതുപോലെ തന്നെ പലരും നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഇൻഷാ അല്ലാഹ് പരിപാടി ഒരു വലിയൊരു വിജയമായി നിന്ന് വരെ ഓരോ വർഷം കഴിയും തോറും ജനങ്ങൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ പാകം ചെയ്തിട്ട് ഭക്ഷണവും പാനീയവും ഒക്കെ ഇവിടുന്ന് ആ പരിപാടിക്ക് വരുന്നവർക്ക് നൽകും. അങ്ങനെയുള്ളൊരു വലിയൊരു പരിപാടിയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും എല്ലാ കാലത്തും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എല്ലാ നിലക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പം ഉസ്താദ് പറഞ്ഞ പോലെ എൻ്റെ ഭയങ്കരവും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ സഹോദര മത സുഹൃത്തുക്കളാണ്. അവരാണ് റോഡിൽ നിന്ന് ഈ വണ്ടി ക്രമീകരിക്കുക, വണ്ടി ട്രാഫിക് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇതര മത സഹോദരങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ ഭക്ഷണം പാകം ചെയ്ത പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാവരിലും പരമാവധി എത്തിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. ഓക്കെ. അതേ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിലും
ഇതിൻ്റെ അടുത്ത ഒരു മഹലാണ് പെരിന്തളം ജമാഅത്ത്. പെരിന്തളം പ്രാപ്പോയിൽ എന്ന് പറയുന്നൊരു വ്യത്യാസമില്ലാതെ അവരും പരിപൂർണമായും ഈ പരിപാടിയുമായി അവർ മഹലും സഹകരിക്കും. അതുപോലെ തന്നെ ചുറ്റുഭാഗത്തുള്ള എല്ലാ നാടുകളിൽ നിന്നും, ഈ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ നാടുകളിൽ നിന്നും ഈ പരിപാടിയിലേക്ക് എന്ത് ചെയ്യും, ജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. എല്ലാവരും ഒഴുകിയെത്തും, എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഒരു പരിപാടി പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം ഉസ്താദ് AP ഉസ്താദ് ഇവിടെ വരികയും ഈ പരിപാടി കണ്ടിട്ട് ഒരു അത്ഭുതത്തോടു കൂടി ഇവിടെ നിന്ന് ഒരു പോയതടക്കം അങ്ങനെ എല്ലാവരും അംഗീകരിച്ച ഒരു വലിയൊരു മജ്‌ലിസാണ് ഈ പ്രാപ്പോയിൽ അജ്മീർ ആണ്ട് നേർച്ച. പരിമിതമായ സ്ഥലമാണ്. ഏകദേശം ഈ സ്ഥലം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫില്ലായിട്ടുണ്ടാവും. എല്ലാ സൗകര്യങ്ങളും, സൗണ്ട് സംവിധാനവും, അതേപോലെ തന്നെ പരിപാടിക്ക് വരുന്നവർക്ക് ഇരിക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ കേൾക്കാനുള്ള സംവിധാനം, സൗകര്യങ്ങളൊക്കെ വിശാലമായി തന്നെ എന്ത് ചെയ്യും, കഴിയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് നടത്താറുണ്ട്. പിന്നെ ഇവിടെയുള്ള പരിപാടിയിലെ വളണ്ടിയർമാർ അവരൊക്കെ പിന്നെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരടക്കം ഇതിൻ്റെ വളണ്ടിയർമാരാണ്. അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ വേദിയും കൂടിയാണ്. ഈ പരിപാടിയുടെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നത് ഇത് NSSന്റെ ഗ്രൗണ്ടിൽ, SNDPയുടെ ഗ്രൗണ്ടിൽ, അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, ഈ പരിപാടിയിലേക്ക് വരും എന്ന് മാത്രമല്ല അവരുടെയൊക്കെ വലിയൊരു സഹകരണം ഉണ്ടാകും. സാധാരണ എല്ലാവരും അവരായിരിക്കും കൂടുതൽ ഈ വിഷയത്തിൽ നമ്മേക്കാളും ആത്മാർത്ഥത അവരുടെ ഭാഗത്തിൽ നിന്ന്, മറ്റുള്ള സഹോദര സമുദായത്തിലുള്ളവരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ്. എഡ്വിങ്സ്, കേരളാസ് ഫേവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്.